ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ നാളെ തൊട്ട് ഇങ്ങനെ ഡയറ്റിലാണ്, വെയിറ്റ് കുറച്ചേ പറ്റൂ, ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? അതായത് നമ്മൾ വീട്ടിൽ ചോറും കറികളും എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റാക്കും, പക്ഷെ നമുക്ക് മാത്രമായിട്ട് നമ്മൾക്ക് ഈ കുക്ക് ചെയ്തെടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് നമുക്ക് മടി പിടിച്ചിട്ട് നമ്മളത് ഒഴിവാക്കും. അതായത് ഇന്നും കൂടി ചോറും കറി കഴിക്കുക, നാളെ ഇനിയിപ്പോൾ എനിക്ക് ഇന്നായിട്ട് വേണ്ടാക്കണ്ടേ, അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ അങ്ങനെ മാറി 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 അത് ഒഴിവായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഓഫീസിൽ പോകുന്നവരാണ്, കോളേജിൽ പോകുന്നവരാണ്, നല്ല ബിസിയാണ്, മടിയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല, ഞാൻ എൻ്റെ ഗവേഷണത്തിൽ കണ്ടുപിടിച്ച കുറച്ച് സംഭവങ്ങൾ, അതായത് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം ഇത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ്, ഹെൽത്തി ഓപ്ഷൻസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒട്ടും നേരം വൈകിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് കിടക്കാം. ഈ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു ഹൈ പ്രോട്ടീൻ സൂപ്പർ ഓട്സ് എന്നാണ് ഈ സംഭവത്തിൻ്റെ പേര്. അതായത് നമ്മുടെ മ്യൂസ്ലി അല്ല, എന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയുക, റോൾഡ് ഓട്സും അതേപോലെ തന്നെ നട്ട്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള സീഡ്സൊക്കെ ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു സൂപ്പർ ഓട്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 ബ്രാൻഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു ആൽപ്പിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയും അതേപോലെ തന്നെ പിൻഡോള, ഇങ്ങനെ 2 ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്ക്, ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഫൈബർ ഉണ്ട്, നമുക്ക് എന്താ പറയുക, ഒരുപാട് നട്ട്സ് ഉണ്ട്, സീഡ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഇത് നമുക്ക് ഓവർനൈറ്റ് ഓട്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. കണ്ടോ, ഇങ്ങനെ റോൾഡ് ഓട്സ് ആണ്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് കണ്ടോ, ഇങ്ങനത്തെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിലൊരു ചെറിയൊരു സ്വീറ്റ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഡ്രൈ ഗ്രേപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ചേർന്നുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഇതിൽ എത്ര 549 റുപ്പീസൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഓഫറിലൊക്കെ, നമുക്ക് ആമസോണിലൊക്കെ, ഫ്ലിപ്കാർട്ടിലും അങ്ങനെ ഇപ്പോൾ ഒരുവിധം എല്ലായിടത്തും നമുക്കിത് അവൈലബിൾ ആണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഒരു ഓവർനൈറ്റ് ഓട്സ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്മൂത്തി ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതൊരു 1 kg ഒരു പാക്കറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. 2 സ്കൂപ്പേ ഞാൻ എടുക്കാറുള്ളൂ. അത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് ഈ പിൻഡോള എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹൈ പ്രോട്ടീൻ ഓട്സ് കേട്ടോ. ഇതിൽ നമുക്ക് ഈ 22 ഗ്രാംസോളം ഇതൊക്കെ വരുന്നുണ്ട്, നമ്മുടെ പ്രോട്ടീൻ വരുന്നുണ്ട്. കണ്ടോ, ഇതിലും ഷുഗറൊന്നും ചേർന്നിട്ടില്ല. നമുക്ക് ഇതൊരു ചെറിയ പാക്കറ്റാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്കൊരു 2 ആഴ്ചത്തോളമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് പക്ഷേ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചും കൂടി എളുപ്പമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മറ്റേതാണ് കുറച്ചും കൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മുടെ പ്രിഫറൻസ് എങ്ങനെയാണ് അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. അടുത്തത് നല്ലൊരു പീനട്ട് ബട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ നമ്മൾ പീനട്ട് ബട്ടറൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയും എനിക്ക് കുറേയൊക്കെ ഓയിലായിട്ടുള്ളതും അതായത് പ്യുവറായിട്ടുള്ള നമ്മളുടെ പീനട്ട് ബട്ടറായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ 2 കാണിക്കണത് കേട്ടോ. ഇത് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആണ്. ഇതിൻ്റെ പ്ലെയിനും ഉണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിൽ നമ്മളുടെ ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ. ഓൾമോസ്റ്റ് ഇത് കഴിയാറായി. ഞാൻ ജസ്റ്റ് എന്നാലും കാണിക്കുകയാണ്. നോക്ക്, ഈ ഒരു പിൻഡോള എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഇത് രണ്ടും എന്താ പറയുക, പീനട്ട് ബട്ടർ ആണ്, ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് വൈസും ചെറിയ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചറും വ്യത്യാസമുണ്ട്. ആദ്യം കാണിച്ച പിൻഡോള കുറച്ചും കൂടി നമുക്കൊരു ക്രഞ്ചി ആയിട്ടുള്ളതാണ്. നമുക്ക് അതിൽ ഇങ്ങനെ ഈ പീനട്ടിൻ്റെ നമ്മുടെ കപ്പലണ്ടിയുടെ ഒരു കടിക്കാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ഈ ഒരു ആൽപ്പിനോടെ കുറച്ചും കൂടി ഫൈനാണ്, നല്ല എന്താ പറയുക, നല്ല പേസ്റ്റ് പോലെ ഉള്ളതൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. എനിക്ക് ആ പിൻഡോളയുടെയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ആ ഒരു ക്രഞ്ചിനെസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഇതിൽ ഷുഗറൊന്നും ചേർത്തിട്ടില്ല, എന്നാലും പക്ഷെ നമുക്കൊരു ആ ഒരു കപ്പലണ്ടിയുടെ സ്വീറ്റ്നെസ് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലൊരു എന്താ പറയുക, നമുക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെ അതും കൂടിയും ചേർന്നുണ്ട്. പിന്നെ വേ പ്രോട്ടീനും കൂടി അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു നമ്മളുടെ ഈ ഒരു പീനട്ട് ബട്ടർ. അടുത്തത് കാണിക്കുന്നത് ഈ ഇങ്ങനത്തെ ഒരു സീഡ് മിക്സ്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു
ഇങ്ങനത്തെ മൾട്ടി സീഡ്സിൻ്റെ ഒരു മിക്സായിട്ട് വരുന്നത്. ഇതിൽ അത്യാവശ്യം എല്ലാ സീഡ്സും നമുക്ക് അടങ്ങിയിട്ടുണ്ട്. പംകിൻ സീഡ്സ്, അങ്ങനത്തെ എന്താ പറയുക, സോയ സീഡ്സ്, അങ്ങനെ പല പല സീഡ്സും അടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇതിന് അത്യാവശ്യം നമുക്ക് എത്ര രൂപ, എനിക്ക് കറക്റ്റായിട്ട് വില അറിയില്ല കേട്ടോ, ഞാൻ എല്ലാത്തിൻ്റെയും വില താഴെ കൊടുക്കാം. ഈ ഒരു ട്രൂ എലമെൻസിൻ്റെ ബ്രാൻഡും നല്ലതാണ്, അതേപോലെ തന്നെ നമ്മളുടെ മുന്നേ കാണിച്ച ആ ഒരു ബ്രാൻഡിൻ്റെയും നല്ലതാണ്, ഫാമേലി, അതും നല്ലതാണ് കേട്ടോ. രണ്ടും ഏകദേശം സെയിം ആണ്, പക്ഷെ അടങ്ങിയിരിക്കുന്ന കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. ഇതിൽ നമുക്ക് ചിയ സീഡ്സും അങ്ങനത്തെ കാര്യങ്ങളും ഫ്ലാക്സ് സീഡ്സും അങ്ങനത്തെ മെയിൻ കുറേ കാര്യങ്ങളുണ്ട്, നമ്മളുടെ പംകിൻ സീഡ്സ്, വാട്ടർമെലൺ സീഡ്സ്, അങ്ങനെയൊക്കെ. പിന്നെ അടുത്തത്, ഓക്കെ, നിങ്ങൾ നല്ലൊരു ചിയ സീഡ്സിൻ്റെ ബ്രാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ട്രൂ എലമെൻസിൻ്റെ ആണ് കേട്ടോ. മറ്റുള്ളതിനൊക്കെ കുറച്ച് എന്താ പറയുക, ഈ മണ്ണൊക്കെ കലർന്ന പോലെ, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രൂ എലമെൻറ്റ്സ് നോക്കി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ചിയ സീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഓവർനൈറ്റ് ഓട്സിന് നിങ്ങൾക്ക് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്മൂത്തി ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിലും അങ്ങനെയും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സൂപ്പർ ഓട്സ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബൗൾ എടുക്കാം. ഞാനിപ്പോൾ രണ്ട് കണ്ടോ, ഇങ്ങനത്തെ ഒരു ചെറിയൊരു സ്കൂപ്പ് അതിൽ തന്നെ വരും, അതിലേക്ക് 2 സ്കൂപ്പാണ്. നമ്മളിത് ഒരിക്കലും കൂടുതൽ എടുക്കരുത്, ഈ ഒരു 2 എണ്ണം തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ. അപ്പോൾ 2 സ്കൂപ്പോളം നമുക്ക് ആ ഒരു സൂപ്പർ ഓട്സ് നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഇടാം. ഞാനൊരു 1/2 ഗ്ലാസ് അതായത് നമ്മളെ സ്കിംഡ് മിൽക്കില്ലേ, അതായത് നമുക്ക് എന്താ പറയുക, നമുക്ക് അധികം നല്ല തിക്കായിട്ടുള്ള പാലല്ല എടുക്കുന്നത്. ഞാൻ 1/2 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ 1 ഗ്ലാസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 1/2 ഗ്ലാസ് മാത്രമാണ് ഒഴിച്ചിട്ടുള്ളൂ. 1/2 ഗ്ലാസ് പാല് ഒഴിച്ചിട്ടുണ്ട്, അതും ലോ ഫാറ്റ് ആയിട്ടുള്ള പാലാണ്. സ്കിംഡ് മിൽക്കൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലിൽ കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ച് അങ്ങനെ ചേർത്ത് മിക്സ് ചെയ്ത് തിളപ്പിച്ചിടാം. അതിനുശേഷം കണ്ടോ ഞാൻ ചെയ്യുന്നത് ഇങ്ങനത്തെ കുറച്ച് സീഡ് മിക്സ് കുറച്ചും കൂടിയും ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓവർനൈറ്റ് ഓട്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം, അതായത് നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് അപ്പം നിങ്ങൾ ചേർത്താലും മതി ഈ സീഡ്സ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നുള്ളൂ. എനിക്കിങ്ങനെ ക്രഞ്ചി ആയിട്ട് കഴിക്കണമെന്നാണ് ഇഷ്ടം. പക്ഷേ ഞാൻ തൽക്കാലത്തിന് വേണ്ടിയിട്ട് ഞാനിതേ കണ്ടോ ഇങ്ങനെ ഈ ഒരു ഇതിൽ നമ്മൾ ഇട്ട് വെച്ചിട്ട് അങ്ങനെ നമുക്ക് കഴിക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഇത് ഇടുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ കുതിർന്ന് കിട്ടുമെന്ന് മാത്രം. ക്രഞ്ചി ആയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കഴിക്കണ സമയത്ത് മാത്രം ചേർത്താൽ മതി. അപ്പോൾ എങ്ങനെയായാലും നല്ല ടേസ്റ്റാണ് ഈ സംഭവം. കണ്ടോ ഈ ഒരു സീഡ്സ് കണ്ടോ, ഇതിൽ അത്യാവശ്യം കണ്ടോ പംകിൻ സീഡ്സും വാട്ടർമെലൺ സീഡ്സ്, നമ്മുടെ സൺഫ്ലവർ സീഡ്സ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു സ്പൂണോളം നമ്മൾ പീനട്ട് ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു പീനട്ട് ബട്ടറിൽ ഒരു 20% വേ പ്രോട്ടീനും കൂടി അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ സ്മൂത്തി അടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചേർത്ത് എല്ലാം കൂടി അങ്ങോട്ട് മിക്സിയിലിട്ട് അടിച്ചാൽ മതി, കുഴപ്പമില്ല. നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ആവില്ല. ഇത് കണ്ടോ ഇങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് മിക്സ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കഴിക്കണ സമയത്ത് ചേർത്താലും മതിയാകും. നമുക്കങ്ങനെ ഇപ്പോൾ ഇതിൽ മുന്നേ തന്നെ ചേർത്തുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്കിത് മിക്സ് ചെയ്യണ പോലെ കാണിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ സ്മൂത്തി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്, ഈ ഒരു കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഈ ട്രൂ എലമെൻസിൻ്റെ സീഡ് മിക്സും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാട്ടെ. ഇതിൽ അടങ്ങിയിരിക്കുന്നത് മറ്റേ ആ സീഡ് മിക്സിൻ്റെ കുറച്ച് വ്യത്യാസമുള്ളതാണ്. ഇതിൽ എക്സ്ട്രാ കുറച്ച് ഈ സോയ നട്ട്സ് അങ്ങനത്തെ കുറച്ചും കൂടിയും, അതേപോലെ തന്നെ കുക്കുംബർ നട്ട്സ്, അങ്ങനെ എക്സ്ട്രാ സംഭവങ്ങളും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്. ഇതിനിപ്പോൾ കഴിയാറായിൻ്റെ. ഇപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ മിക്സ് വരുന്നത്. അപ്പോൾ ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളത് അത് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു മിക്സിലേക്ക് ഞാൻ ഒരു നമ്മളുടെ പഴമില്ലേ, നമ്മളുടെ ബനാന, അതിൻ്റെ ഒരു പകുതി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ സ്മൂത്തി അടിക്കാൻ ഈ ഒരു കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇത് കഴിക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് കഴിക്കാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ നമുക്കിപ്പോൾ ഓവർനൈറ്റ് ഓട്സ് മറന്നു പോയാലും കുഴപ്പമില്ല. നമുക്ക് ആ സമയത്ത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ആ സ്മൂത്തി ആയിട്ടൊക്കെ അടിച്ച് കഴിക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ് ഇത് നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. അതിൽ എക്സ്ട്രാ നിങ്ങൾ ഈ ഒരു എന്താ പറയുക, നമ്മളുടെ പീനട്ട് ബട്ടർ കൂട്ടുക അല്ലെങ്കിൽ ഇത് കൂട്ടുക അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഈ ഒരു ഇത് തന്നെ നമുക്ക് 2 സ്കൂപ്പോളം തന്നെ ധാരാളമാണ്. നമുക്ക് നല്ലപോലെ വയറ് നിറയും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഡിന്നർ ഉണ്ടാക്കണം, എന്താണ് വേണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട്
കഴിക്കാൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസിയാണ് സംഭവം. അപ്പോൾ എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കൂടി കാണാം.